വ്യത്യാസം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന നോർമൽ ഹാലജൻ ബൾബ് തന്നെയാണ്, LED അല്ല. ഇതിലെ കൂടുതൽ ഫോഴ്സ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൊട്ടാനുള്ള ചാൻസസ് ഉണ്ടാകാം. മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഇവിടെ മിസ്സിംഗ് ആണ്, അതായത് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഇല്ല. ഇവിടെ ഒരു 3 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഇത് മനസ്സിലാവും. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ തൊട്ട് താഴെയായിട്ട് തന്നെ KERS എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന കൈനറ്റിക് എനർജി. നമസ്കാരം, ഞാൻ രാകേഷ് MG. ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള MGZ-S EV ആണ്. അതായത് ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും ടെക്നിക്കൽ സൈഡും എങ്ങനെയുണ്ട് ഈ വാഹനം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് അറിയാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലോങ് റേഞ്ച് കിട്ടുന്ന വാഹനമാണ്. അതായത് ഇത് നമ്മളൊരു ഒറ്റ ഫുൾ ചാർജിൽ തന്നെ 461 കിലോമീറ്റർ കമ്പനി ക്ലെയിം ചെയ്യുന്ന ഒരു വാഹനമാണ് ഇന്നിപ്പം എൻ്റെ കൂട്ടത്തിലുള്ളത്. ഈ വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് ഇപ്പോൾ ഏകദേശം 20% മാത്രമേ ഉള്ളൂ. 20%-ൽ ഞാൻ കുറച്ചേറെ ദൂരം ഓടിക്കാം എന്നൊക്കെയുള്ളൊരു പ്ലാനിൽ എടുത്തപ്പോൾ 20 അല്ലായിരുന്നു, എടുത്തപ്പോൾ ഏകദേശം 30-35% ഉണ്ടായിരുന്നു. ഓടിച്ച് ഏകദേശം 20 ഞാനിവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇനിയും ഞാൻ കുറച്ച് ദൂരം ഓടിക്കും. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG എക്സ്പ്ലോർ. ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലത്തെ ഡിസൈൻ വെച്ച് തന്നെ തുടങ്ങാം. ഇത് ഏറ്റവും ഫേസ് ലിഫ്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന മോഡലാണ്. അതായത് 2025-26 മോഡലല്ല, അതിൻ്റെ തൊട്ട് പുറകിലത്തെ മോഡലാണ്. എന്നാലും ഉള്ളതിൽ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് വരുന്ന വാഹനമാണ്. ഈ നേരത്തെ ഉള്ളതിന് ഈ ഒരു ഗ്രില്ലൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതിൽ നമുക്ക് MGയുടെ ലോഗോ ഒക്കെ ആയിരുന്നു ഓപ്പണിങ് നമുക്ക് ചാർജിങ്ങിന് വേണ്ടി. പക്ഷേ ഇവിടെ നമുക്ക് ചാർജിങ്ങിന് വേണ്ട ഓപ്പണിങ് ഈ ഒരു പാനലാണ്. അപ്പം അതാണ് ഇവിടെ വരുന്നൊരു മെയിനായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 360 ഡിഗ്രിയുടെ ഒരു ക്യാമറയും കാണാൻ സാധിക്കും. ഈ പിക്സൽ പോലത്തെ ഡിസൈനും കാണാൻ നല്ല രസം നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. താഴെ ഒരു ചെറിയൊരു എയർ ഡാം കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ 2 സൈഡിലായിട്ട് എയർ ഡാമും ഇവിടെ താഴെ ഒരു റഡാറും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ റഡാർ കിട്ടുമ്പോഴേ നമുക്ക് കാര്യം മനസ്സിലായി ഇതിൽ അഡാസ് ലെവൽ 2 ഫീച്ചേഴ്സ് ഉണ്ട്. കിടു ഫീച്ചേഴ്സാണ്. കാരണം ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്ത് വന്ന സമയത്താണെങ്കിലും അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ കിടിലനായിരുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ക്യാമറ യൂണിറ്റും വരുന്നുണ്ട്. അഡാസ് ലെവൽ 2 വരുന്ന വാഹനങ്ങൾക്കെല്ലാം നമുക്കിവിടെ ഒരു ക്യാമറയും അവൈലബിൾ ആണ്. ഓട്ടോ വൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു DRL കാണാൻ സാധിക്കും. വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ DRL കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ ഒരു പോർഷനിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഇൻഡിക്കേറ്റർ കൂടെ ഇട്ട സമയത്ത് DRL കുറച്ചൊന്ന് മങ്ങി പൊസിഷൻ ലാമ്പ് ആകുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് ഇൻഡിക്കേറ്ററായിട്ട് കാണാനും സാധിക്കും. നമുക്കിവിടെ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് വരുന്നുണ്ട്. ഹൈ ആൻഡ് ലോ ഇതിൽ തന്നെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു DRL വരുന്ന സമയത്ത് ഇവിടെ എല്ലാം ക്രിസ്റ്റൽ ലൈറ്റിങ്സ് കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ സൈഡിൽ എയർ കർട്ടൻസ് കാണാൻ സാധിക്കും. ഈ എയർ കർട്ടൻസിൽ കൂടെ എയർ കയറി നമ്മുടെ ഈ ഒരു സൈഡിൽ കൂടെ നേരെ ഇത് പുറത്തോട്ട്, അതായത് ഈ സൈഡിലോട്ടാണ് അതിൻ്റെ ഫ്ലോ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിൻഡ് റെസിസ്റ്റൻസ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. എയർ ഇതിലേക്ക് കയറിപ്പോയി 2 സൈഡിലോട്ട്, അതായത് 2 സൈഡിലോട്ട് എയർ കട്ടിങ്സ് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ നിന്ന് വരുന്ന എയറിനെ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. എയർ കർട്ടൻസിൻ്റെ താഴെ കൂടെ ഒരു ക്രോം പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലിങ്ങനെ വന്ന് 2 സൈഡിലോട്ടും വന്ന് കയറുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ തന്നെ നമുക്ക് ബാക്കിലും കിട്ടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ ഏരിയയും കൂടെ നമുക്ക് കാണാം. ഇവിടെ മേളിൽ AC-യും താഴെ DC ആണ് വരുന്നത്. അത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ ഒരു ലോക്കാണ് വരുന്നത്. ഈ ഒരു ലോക്കിലോട്ട് നേരെ ഒന്ന് ലോക്കാണ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചാർജ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇൻഡിക്കേഷൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഹുഡ് ഏരിയയിലോട്ട് ഈ ബമ്പറിൽ നിന്ന് വരുന്ന ഈ ക്യാരക്ടർ ലൈൻസ് കാണാനും നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 2 സൈഡിൽ നിന്നും അത് വളരെ ബൾജായിട്ട്, അതായത് ഒരു ഹ്യൂജ് ഡിസൈനായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സൈഡിലത്തെ കാഴ്ചകൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ കണ്ടുപിടിക്കുന്ന ഈ ഒരു ഡിസൈനാണ്. ഈ ഒരു ടയറിൻ്റെ സൈസ് വരുന്നത് 215/55 R17 ആണ്. 215/55 R17 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. അതുപോലെ തന്നെ ഒരു എയറോ വീൽ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. കാണാനും നല്ല രസമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്ക്. അതുപോലെ തന്നെ ഒരു വലിയ ക്ലാഡിങ്, ഒരു വീലാർച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് നേരെ താഴെ നമ്മുടെ റണ്ണിങ് ബോർഡിനോട് കൂടി ചേർത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ബാക്കിൽ അങ്ങറ്റത്തെ ബമ്പർ വരെ ചെല്ലുന്നുണ്ട് ആ ഒരു പോർഷൻ. ഫെൻഡറിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഇലക്ട്രിക് ആണെന്നുള്ളൊരു സ്റ്റിക്കറിങ് കാണാൻ സാധിക്കും. കാലപ്പഴക്കം കൊണ്ട് കുറച്ചൊരു ഇത് രീതിയിൽ ഫെയ്ഡ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലെ മിറേഴ്സ് വിത്ത് ഇൻഡിക്കേറ്ററും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് 360 ഡിഗ്രിയുടെ ക്യാമറയും കാണാൻ സാധിക്കും. ഇവിടെ ഒരു വ്യത്യാസം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന നോർമൽ ഹാലജൻ ബൾബ് തന്നെയാണ്, LED അല്ല ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റിയർ വ്യൂ മിററിൽ തന്നെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഇൻഡിക്കേഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ തന്നെ നമുക്കിത് ലോക്ക് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ ഡ്രൈവർ സൈഡിലും ഡ്രൈവർ സൈഡിലും ഈ ഒരു റിക്വസ്റ്റ് സ്വിച്ച് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത്രയും ഭാഗം ബോഡി കളേർഡ് ആണ് വരുന്നത്. ഇതിൻ്റെ മേളത്തെ പോർഷൻ ക്രോം ഫിനിഷ് ആണ് വരുന്നത്. സ്വിച്ച് ഉൾപ്പെടെ ക്രോം ഫിനിഷാണ് നമുക്കിവിടെ കിട്ടുന്നത്. ബാക്കിലോട്ട് വരികയാണെങ്കിൽ ബാക്കിലത്തെ ഹാൻഡിൽസിലും ഈ ഒരു പോർഷൻസ് എല്ലാം ബോഡി കളേർഡും മേളിൽ വരുന്ന പോർഷൻ വരുന്ന ക്രോം ഫിനിഷുമാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ MGയുടെ കീ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് MGയുടെ കീ വരുന്നത്. അതിൽ ലോക്ക്, ഹുഡ് ഓപ്പൺ, അൺലോക്ക് ബട്ടണാണ് കിട്ടുന്നത്. ഇപ്പം
ലോക്ക്ഡ് ആണ്. ഞാനൊന്ന് അൺലോക്ക് ചെയ്യുകയാണ്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 177 mm ആണ്. അത്യാവശ്യം തെറ്റില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ക്വാർട്ടർ പാനലിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടെയിൽ ലാംപ്സ് കാണാൻ സാധിക്കും. അവിടെ നേരെ ഈ ബമ്പറിലോട്ട് കണക്ഷൻ വന്ന് ഇവിടം കൊണ്ട് നമ്മുടെ ടെയിൽ ലാംപ്സ് തീരുകയാണ്. ഫുള്ള് LED ടൈപ്പാണ് നമുക്കിവിടെ ടെയിൽ ലാംപ്സ് കിട്ടുന്നത്. അതിൽ ഓരോ ക്രിസ്റ്റൽ കട്ട് പോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡിസൈനും കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അഡാസ് ഉണ്ടെന്നുള്ളൊരു കാര്യം കാണിക്കാനാണ് അഡാസ് എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ZS വാഹനമാണ്, ZS പ്ലസ് ഇതൊരു EV വെഹിക്കിളാന്ന് കാണിക്കാനാണ് EVയുടെ ലോഗോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ MGയുടെ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണ് നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട ഹുഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് 2 രീതിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ചിലർ ഇങ്ങനെ ഓപ്പൺ ചെയ്യാറുണ്ട്, ചിലർ ഇതിൽ കൈയിട്ട് ഇങ്ങനെ പൊക്കി എടുക്കാറുണ്ട്. രണ്ടും പ്രശ്നമില്ല. ഇതിലെ കൂടുതൽ ഫോഴ്സ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൊട്ടാനുള്ള ചാൻസസ് ഉണ്ടാകാം. അതുകൊണ്ട് മാത്രം നമുക്ക് മേളത്തെ രീതിയിൽ പിടിക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമുക്കൊരു വലിയൊരു പാർസൽ ട്രേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമുക്കിവിടെ ഹുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പൊങ്ങിപ്പോകുന്നതായിരിക്കും. 448 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. ഏതായാലും അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു ഫുൾ ടയർ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിൻ്റെ കൂടുതൽ ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ടൂൾ കിറ്റ്സും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്പെയർ വീലിനും മാറ്റമൊന്നുമില്ല. 215 55 R17 തന്നെയാണ് സ്പെയർ വീലിൻ്റെ സൈസും വരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ സൈഡിൽ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്കൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ വാഹനത്തിലും നമ്മൾ പറയുന്നുണ്ട് ഒരു LED ആക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഇത് നമുക്കൊരു പോർട്ടബിളായിട്ട് വരുന്നൊരു ചാർജർ യൂണിറ്റ് ആണ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു റിയർ വൈപ്പർ കാണാൻ സാധിക്കും. ഡീഫോഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പും വരുന്നുണ്ട്. ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനയും നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്ക് സൈഡിലായിട്ട് 3 റിവേഴ്സ് സെൻസേഴ്സ് കിട്ടുന്നുണ്ട്. 1 2 3 അങ്ങനെ 3 റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്തും സെൻസർ വരുന്നുണ്ട് നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി. പുറമേ നിന്ന് വിഷ്വലി കാണാൻ സാധിക്കത്തില്ലെന്ന് മാത്രമുള്ള റിഫ്ലക്റ്റേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈനും കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡിസൈൻ ഞാൻ നേരത്തെ ഫ്രണ്ടിൽ പറഞ്ഞ പോലത്തെ ഒരു ഏകദേശം ഒരു സിമിലാരിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതും കാണാൻ നല്ല ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സൈഡും ആസ് ഇറ്റ് ഈസ് സെയിം തന്നെയാണ് വരുന്നത്. നമുക്കിതിൻ്റെ ടെയിൽ പൈപ്പ് കാണാൻ സാധിക്കത്തില്ല, കാരണം ഇത് ഇലക്ട്രിക് വാഹനമാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ബാറ്ററി പാക്കും കൂടെ ജസ്റ്റ് ഒന്ന് കാണാം. അത് ആ സൈഡിലോട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ വിസിബിളായിട്ട് കാണാൻ സാധിക്കും. ഏതായാലും നമുക്ക് വാഹനത്തിനകത്തോട്ട് നിന്ന് കയറിയിട്ട് അകത്തെ വിശേഷങ്ങളൊന്ന് പെട്ടെന്ന് നോക്കാം. ബാറ്ററി പാക്ക് ഇത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ താഴെ കാണുന്ന പോർഷൻ അങ്ങറ്റം വരെയാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി വാഹനത്തിനകത്തോട്ടൊന്ന് കയറാം. ഏതായാലും ഫസ്റ്റ് തന്നെ നമ്മുടെ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ടുള്ളൊരു കാര്യം ഇവിടെ മിസ്സിംഗ് ആണ്. അതായത് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഇല്ല. അതുപോലെ തന്നെ നമുക്ക് പവർ വിൻഡോസിൻ്റെ എല്ലാം കാണാൻ സാധിക്കും. പവർ വിൻഡോ ലോക്ക് കാണാം. പക്ഷേ മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ടോ? ഇല്ല, ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അതേണ്ടേ ഈ സൈഡിലോട്ട് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഏതായാലും ഡോർ പാഡ്സുകളെല്ലാം ഒന്ന് നോക്കാം. പിന്നെ ലോക്ക് ആൻഡ് അൺലോക്ക്. ഇത് എനിക്ക് ഈ ഒരു വാഹനത്തിൽ ഒരുപാട് നമ്മുടെ ജർമ്മൻ വാഹനത്തിൻ്റെയൊക്കെ കുറേ ഫീച്ചേഴ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ വളരെ സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഈ വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് 2 തവണ ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി 2 വട്ടം തുറന്നു കഴിഞ്ഞാൽ അൺലോക്ക് ആകുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറേ സിമിലർ ഫീച്ചേഴ്സ് ഞാൻ അകത്തോട്ട് കയറുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിലെ 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പും കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള ഇത് 1 ടച്ച് ഡൗൺ ഉണ്ട്, 1 ടച്ച് അപ്പ് ഇല്ല. ബാക്കിയുള്ള എല്ലാത്തിനും 1 ടച്ച് ഡൗൺ, അതായത് 1 ടച്ച് ഡൗൺ കിട്ടുന്നുണ്ട്, 1 ടച്ച് അപ്പ് നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, നെഗറ്റീവ് അല്ല, ആസ് ഇറ്റ് ഈസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫീൽ തന്നെയാണ്. നല്ല രസം നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഇതൊക്കെ നമുക്ക് ഹാർഡ് മെറ്റീരിയലാണ്. ഇവിടെ കുറച്ച് ലെതർ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു പോർഷൻ ലെതർ ഫീലാണ് കിട്ടുന്നത്. 2 ബോട്ടിൽസ്, ഒരു മെയിനായിട്ട് വലിയ ബോട്ടിലും സൈഡിൽ എന്തെങ്കിലും കൂടെ വെക്കാൻ സാധിക്കും. സ്പീക്കേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ട്യൂട്ടേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലെ AC-യുടെ വെൻറ്റ് കാണുമ്പോൾ നല്ല ഫീലാണ്. കാരണം ഒരു വെറൈറ്റി ഡിസൈൻ തന്നെയാണ് നമുക്കവിടെ ഫീൽ ചെയ്യുന്നത്. അത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചാൽ മതി. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ലെതർ മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴെ വരുമ്പോൾ നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബട്ടൺ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മിറേഴ്സ് ഫോൾഡ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ താഴോട്ട്, അതായത് ഇങ്ങനെ നേരെ താഴോട്ടാക്കി കഴിഞ്ഞാൽ ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് പക്ഷേ ഇവിടെ എങ്ങും കൊടുത്തിട്ടുണ്ട്, ഇവിടെ തൊട്ട് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, പക്ഷെ ഒന്ന് കൈ തട്ടിയപ്പോൾ അങ്ങനെയായി. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചും ഇവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ഹുഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചും കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഡാഷ്ബോർഡിൻ്റെ ഏരിയ ഫുള്ള് നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു ഹാർഡ് പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് മെറ്റീരിയലായിട്ട് ഞാൻ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു കാര്യമായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു 7 ഇഞ്ചിൻ്റെ
ക്ലസ്റ്റർ മീറ്റർ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഒരു മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന ഒരു 7 ഇഞ്ചിൻ്റെ. എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ഇതിനകത്ത് തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഫ്രണ്ടൽ കൊളീഷൻ സിസ്റ്റം ഓഫ്, അതായത് നമ്മുടെ അഡാസിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെയാണ് ഇപ്പോൾ അതിനകത്ത് കാണിക്കുന്നത്. റൈറ്റ് സൈഡിൽ നമ്മുടെ പവർ കൺസപ്ഷനും ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ സ്പീഡും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഡോർ ഓപ്പൺ ചെയ്ത് കിടക്കുന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു പോർഷനിലെ ആ ഒരു ലൈൻ കാണിക്കുന്നത്. ഇപ്പം ഈ വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 20% മാത്രം നമുക്കിവിടെ കിട്ടുന്നുള്ളൂ. ഒരു പാർക്ക് മോഡിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പം ടോട്ടൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 63 കിലോമീറ്റേഴ്സാണ് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത്. റിയർ ലെഫ്റ്റ് ടയർ പ്രഷർ കുറവുണ്ട്, അതാണത് വളരെ വ്യക്തമായിട്ട് എഴുതി കാണിക്കുന്നത്. അപ്പം നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പറയുന്നത് കണ്ടോ. സ്റ്റേറ്റ് ഓഫ് ദ ചാർജ് ലോ, പ്ലീസ് ചാർജ്, പെട്ടെന്ന് ചാർജ് ചെയ്തോ, ചാർജ് കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു 3 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഇത് മനസ്സിലാവാതെ എന്താണെന്ന് ചോദിച്ചാൽ റീജനറേഷൻ ആണ്. തേർഡ് സ്റ്റേജ് ഓഫ് റീജനറേഷൻ ആണ് കിടക്കുന്നത്. അതായത് ഹെവി റീജനറേഷൻ ആണ് ഇപ്പോൾ കൊടുത്തിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലും നമുക്ക് കാണാൻ സാധിക്കും. നല്ല വൈഡ് ഏരിയ ആണ്. അഡാസിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഇതിനകത്ത് കാണാൻ സാധിക്കത്തില്ല, കാരണം അത് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഫുൾ കൺട്രോൾസ് നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിൻ്റെയും ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഫുൾ കൺട്രോൾസ് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ സ്റ്റിയറിങ് ടിൽറ്റും കിട്ടുന്നുണ്ട്, ടെലിസ്കോപ്പിക് ഇല്ല, ജസ്റ്റ് ടിൽറ്റ് മാത്രമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ നമുക്ക് മെയിനായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഫുള്ള് നമ്മുടെ വൈപ്പറിൻ്റെ കൺട്രോളാണ്. അതാണ് ഞാൻ പറഞ്ഞ അടുത്തൊരു മാറ്റം. അതായത് നമ്മുടെ ജർമ്മൻ വാഹനത്തിൻ്റെ ഒരു മാറ്റമെന്ന് ഞാൻ പറഞ്ഞത്, ഇവിടെ എല്ലാം റൈറ്റ് സൈഡ് മൊത്തം കൊടുത്തിരിക്കുന്നത് നമ്മുടെ വൈപ്പേഴ്സിൻ്റെ കൺട്രോളാണ്. ലെഫ്റ്റ് സൈഡ് കൊടുത്തിരിക്കുന്നതൊക്കെയാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളിലെല്ലാം. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന ആദ്യത്തെ കാര്യം നമ്മുടെ ഹെഡ്ലൈറ്റ് ആണ്. നമുക്കിവിടെ ഓട്ടോ ഹെഡ്ലൈറ്റ് അവൈലബിൾ ആണ്. അത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഓഫ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോ ലൈറ്റിംഗ് സിസ്റ്റം ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പാർക്ക്, ഹെഡ്ലൈറ്റ് ഓൺ മോഡ്, അതുപോലെ തന്നെ ഫോഗ് ലാമ്പ്, റിയർ ഫോഗിൻ്റെയാണ് വരുന്നത്. റിയർ ഫോഗ് ഓൺ ചെയ്യണമെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ ഇട്ടതിന് ശേഷം ഓട്ടോ ലൈറ്റിംഗ് സിസ്റ്റം ഓഫ്. ഇപ്പം റിയർ ഫോഗിൻ്റെ ലൈറ്റ് നമുക്ക് വേണ്ടേ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്തു. അത് കഴിഞ്ഞാലാണ് ഇനി മെയിൻ കാര്യം വരുന്നത്. അതായത് നമുക്ക് തൊട്ട് താഴെയായിട്ട് കാണുന്ന ഈ ഒരു കൺട്രോൾ കണ്ടോ. ഒരു 2 കൺട്രോൾസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ താഴെ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ അഡാസിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അതായത് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഓൺ ഓഫ് ചെയ്യാനും ഒക്കെയുള്ള ഫീച്ചേഴ്സാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോളും നമുക്ക് കൊടുത്തിരിക്കുന്നതിൻ്റെ സ്വിച്ച് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള കംപ്ലീറ്റ് സെറ്റിങ്സ് ഈ കാണുന്ന മുതലിനകത്താണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ AC വെൻ്റ് കാണാൻ സാധിക്കും. അതിൻ്റെ ഡിസൈൻ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫീൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹസാർഡ് സ്വിച്ച് ഇതിനകത്താണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും ബാറ്ററിയുടെ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ അറിയാൻ സാധിക്കും. ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ അന്നേരം തന്നെ വരും. 63 കിലോമീറ്റർ ഓടാനുള്ളതുകൊണ്ട് 20% ചാർജ് ഇനി ബാലൻസ് ഉള്ളൂ. വോൾട്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹോം സ്ക്രീൻ പ്രസ് ചെയ്യാം. ഹോം സ്ക്രീനകത്ത് 360 വേണമെങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 360 കാണാൻ സാധിക്കും. ക്യാമറയുടെ ക്വാളിറ്റി ഓക്കെ എന്നേ പറയാൻ പറ്റത്തില്ല. വലിയ ഗുമ്മോ അല്ലെങ്കിൽ ഒരു നോർമലൊന്നും പറയാൻ പറ്റില്ല. ഒരു ജസ്റ്റ് ഒരു ഓക്കെ എന്ന് മാത്രം പറയാൻ പറ്റുന്ന ഒരു ക്ലാരിറ്റിയാണ്. അത്രയും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ക്യാമറയുടെ കാര്യത്തിൽ. നമുക്ക് ഏത് പൊസിഷൻ വേണം ആ പൊസിഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അത് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും നമുക്കിവിടെ വയർലെസ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതൊരു ഹൈലൈറ്റ് കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മ്യൂസിക് വേണമെങ്കിൽ മ്യൂസിക് എടുക്കാം. AC കൺട്രോൾസ് വേണമെന്നുണ്ടെങ്കിൽ AC ഫുൾ കൺട്രോൾസ് നമുക്ക് ഇതിൽ തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഏത് രീതിക്ക് എയർ പൊസിഷൻ പോകണം, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ വേണോ, ഫാനിൻ്റെ സ്പീഡ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ടെമ്പറേച്ചർ എത്ര വേണം, ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഫിസിക്കൽ സ്വിച്ചസും വരുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഹോം സ്വിച്ച് ഒക്കെ ഇവിടെ തന്നെ വരുന്നുണ്ട്. ഈ ഹോം ഇവിടെ പ്രസ് ചെയ്യുന്നതിന് പകരം ഇവിടെ തന്നെ പ്രസ് ചെയ്യാം. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ 16, 17, 18 നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഫാനിൻ്റെ സ്പീഡ് അതും എനിക്കിവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. AC ഓൺ ഓഫ് ഇപ്പോൾ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം. പക്ഷേ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വലിയ ഹൈലൈറ്റ് ആണ്. കാരണം ഇപ്പം ഞാൻ ഇതൊന്ന് പ്രസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് AC കൺട്രോൾസ് ഫുള്ളി ഡിസ്പ്ലേ കിട്ടി. ഇനി പെട്ടെന്ന് തന്നെ ഇവിടെ തന്നെ എനിക്കെല്ലാം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഡീഫോഗറിൻ്റെ സ്വിച്ച് നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. ഇനി സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ സെറ്റിങ്സിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജനറൽ, USB, മൈ വോയിസ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ജനറൽ എടുക്കാം. ജനറൽ സെറ്റിങ്സിനകത്ത് തന്നെ ഡേ, നൈറ്റ്, റൈറ്റ്, ക്ലോക്ക് കാര്യങ്ങളൊക്കെ. ബാറ്ററി ലോ എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കത്തില്ല സിസ്റ്റത്തിനകത്ത് തന്നെ.
ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ മെനു വരുന്നത്. അതിനകത്ത് വെഹിക്കിൾ സെറ്റിങ്സ് എടുക്കാം. വെഹിക്കിൾ സെറ്റിങ്സിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ലാമ്പിൻ്റെ ആണെങ്കിൽ തന്നെ ഫോളോ മീ ഹോം 30 സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാൽ ലോക്ക് ചെയ്ത് 30 സെക്കൻഡ് വരെ ലൈറ്റ് ഓൺ ആയിരിക്കുന്നതായിരിക്കും. ഡ്രൈവർ അസിസ്റ്റൻസ്, ഇതാണ് നമ്മുടെ മെയിൻ സാധനം, റിയർ ഡ്രൈവർ അസിസ്റ്റൻസ്. നമുക്ക് എടുക്കുന്ന സമയത്ത് ബാക്കിൽ നിന്നുള്ളൊരു അലേർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷനും കാര്യങ്ങളെല്ലാം കിട്ടുന്നതായിരിക്കും. ലെയിൻ അസിസ്റ്റ് സിസ്റ്റം, നമുക്ക് ലെയിൻ അസിസ്റ്റ് ഏത് ലെവലിൽ വേണമെന്നുള്ളതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ ലെവൽ ഏതിലിട്ടു. ആർ യു ഷുവർ വാണ്ട് ടു ഡിസേബിൾ ദ ലെയിൻ? ക്യാൻസൽ, ഡിസേബിൾ ചെയ്യണ്ട. ആർ യു ഷുവർ വാണ്ട് ടു ഡിസേബിൾ? അല്ല, ഡിസേബിൾ ചെയ്യേണ്ടത് ഓൺ ആയിരുന്നോട്ടെ. സെൻസിറ്റിവിറ്റി എത്ര വേണം? ഹൈ വേണം, മീഡിയം വേണം, ലോ വേണം? ഹൈ തന്നെ കൊടുത്തേക്കാം. പിന്നെ വൈബ്രേഷൻസ് വാർണിംഗ്, സൗണ്ട് വാർണിംഗ് എല്ലാം കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫോർവേഡ് കൊളീഷൻ, ഇത് ശരിക്കും പറഞ്ഞാൽ ഓഫ് ആക്കി ഇടുന്നതായിരിക്കും നല്ല. കൊളീഷൻ ആകുന്നതിന് ഓട്ടോ ബ്രേക്കിംഗ് ഒക്കെ ചെയ്യും, അത് വേണ്ട. അതുപോലെ തന്നെ സ്പീഡ് കൺട്രോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് സ്പീഡ് നമുക്ക് സെറ്റ് ചെയ്തിടണമെന്നുള്ള ഈ കാര്യങ്ങൾ. ട്രാഫിക് ജാം അസിസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഇത് ഏറ്റവും നല്ലൊരു ഫീച്ചറാണ് കേട്ടോ. ഈ ഒരു ഫീച്ചർ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം ഇത് നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റ് വരുന്ന ഒരു ഒരു ഫീച്ചറാണ് ട്രാഫിക് ജാം അസിസ്റ്റ് എന്ന് പറയുന്നത്. അത് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ, നമ്മളൊരു ഇറക്കമൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ ഓൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ ചവിട്ടി തന്നെ ഇറങ്ങി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ടവറും റേഞ്ചും ഒക്കെ കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു ഇൻബിൽഡ് ഈ സിം നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് ഇൻ്റർനെറ്റ് ഒക്കെ കിട്ടുന്നത്. പണ്ട് MG വാഹനത്തിലൊക്കെ ഇൻ്റർനെറ്റ് ഇൻസൈഡ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അവരത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ എല്ലാ വാഹനത്തിനും കോമൺ ആയിട്ട് കിട്ടുന്നതുകൊണ്ടാണ്. ഡെയിലി 2 GB ഡാറ്റ വെച്ചാണ് ഇതിന് കിട്ടുന്നത്. ആ ഒരു ഡാറ്റ നമുക്ക് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റീചാർജ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കാണാൻ സാധിക്കും. USB-C ടൈപ്പ് കാണാൻ സാധിക്കും. USB-A ടൈപ്പ് കാണാൻ സാധിക്കും. വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പോഴും നമ്മുടെ പല വാഹനങ്ങളിലും C ടൈപ്പ് മാത്രം കൊടുക്കുന്നുള്ളൂ. ചില വാഹനങ്ങളിൽ A മാത്രമേ ഉള്ളൂ കേട്ടോ. അത് നമുക്ക് കുറ്റമായിട്ട് പറയുന്നതല്ല. ചിലതിൽ A മാത്രമാണ് വരുന്നത്. പക്ഷേ Aയും Cയും രണ്ടും കൊടുക്കണം. കാരണം പല ഫോണുകൾ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ A to C ആണ് കിട്ടുന്നത്. ഇവിടെ A ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ A ടൈപ്പ് വരുന്നതിൽ ഏതായാലും നല്ലൊരു കാര്യമാണ് ഞാൻ പറയാം. അതുപോലെ തന്നെ മൊബൈൽ വയർലെസ് ചാർജിങ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. തൊട്ട് താഴെയായിട്ട് നമുക്ക് 3 സ്വിച്ചുകൾ നമുക്കിവിടെ വരുന്നുണ്ട്. ഇത് മോഡാണ് കൊടുക്കുന്നത്. മോഡ് എന്ന് പറഞ്ഞാൽ ഈക്കോ, നോർമൽ, പവർ. അതായത് ഇപ്പം ഞാൻ സ്പോർട്ട് മോഡ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പം നോർമൽ മോഡാണ് കിടക്കുന്നത്. സ്പോർട്ട് മോഡ് ഒന്നുകൂടെ ഞാൻ താഴോട്ടാക്കിയ നോർമൽ, ഒന്നുകൂടെ താഴോട്ടാക്കിയ ഈക്കോ. അപ്പം നമുക്ക് റേഞ്ച് മാറുന്ന കാണാൻ സാധിക്കും. ഇപ്പം നോർമൽ വന്നപ്പം 63, സ്പോർട്ട് ആക്കിയപ്പോഴേക്കും 57. അപ്പോൾ ഇത് നമ്മൾ മാറ്റുന്നതിനനുസരിച്ച് നമ്മുടെ കിലോമീറ്ററിന് മാറുന്നതായിരിക്കും. KERS എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന കൈനറ്റിക് എനർജി റീജനറേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഏത് ലെവൽ ഓഫ് റീജനറേഷൻ വേണമെന്നുള്ളത്. ഞാനിത് മാറ്റുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കാണാം. 2 ആയി, 1 ആയി. അപ്പോൾ ലാസ്റ്റ് 1ലാണ് വന്നിരിക്കുന്നത്. അത് 2 ആക്കാം, 3 ആക്കാം. ഓരോ സ്റ്റേജാണ് നമുക്കവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ വാഹനം റെഡി ടു ഡ്രൈവ് ആണ്, റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഒരു ചെറിയ ഷീ എന്ന് പറഞ്ഞൊരു ഒച്ച മാത്രം നമുക്ക് കേൾക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് ഏത് ഡ്രൈവ് മോഡ് വേണം ആ മോഡ് നമുക്ക് ഇടാൻ സാധിക്കും. ഇതിപ്പോൾ റിവേഴ്സ് മോഡ് ഇട്ടപ്പോഴേക്കും നമുക്ക് ബാക്കും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇത്രയും പോർഷൻ ഈ ഡോർ തുറന്ന് കിടക്കുന്നുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നതിൻ്റെ കാര്യം. ഒന്നുകൂടെ തിരിച്ചു കഴിഞ്ഞാൽ ന്യൂട്രൽ മോഡ്, ഒന്നുകൂടെ തിരിച്ച് ഡ്രൈവ് മോഡ് ആണെന്നുണ്ടെങ്കിൽ കോഷൻ ദ വെഹിക്കിൾ ഇസ് റെഡി ടു ഡ്രൈവ്, പ്ലീസ് പവർ ഓഫ് ബിഫോർ ലീവിങ്. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പവറൊക്കെ ഓഫ് ചെയ്തോണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പാർക്ക് മോഡ് വേണമെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പാർക്ക് മോഡിലോട്ട് വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ താഴോട്ട് വരുമ്പോൾ നമുക്കൊരു ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ ഹോൾഡ് എന്ന് പറയുന്ന ഫീച്ചർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ താഴോട്ട് നമുക്കത് ഇവിടെ ഒരു ഷട്ടർ പോലെ കാണാൻ സാധിക്കും. നല്ല രസമുണ്ട് ഈ ഷട്ടർ കാണാൻ വേണ്ടി. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 2 കപ്പ് വയ്ക്കാൻ പറ്റുന്ന ഹോൾഡറും ഉണ്ട്. അതുപോലെ തന്നെ കീയുടെ ഒരു പോർഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു കീയുടെ പടം കൊടുത്തിരിക്കുന്ന വേറൊന്നും കൊണ്ടല്ല. ഏതെങ്കിലും രീതിക്ക് ഇതിൻ്റെ റിമോട്ട് കീയുടെ ബാറ്ററി പോവോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കീ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ചെറിയൊരു ആംറസ്റ്റ്, അതിൻ്റെ അടിയിൽ കുറച്ച് യൂട്ടിലിറ്റി സ്പേസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം ചെറിയൊരു ഏരിയ. ഈ ആംറസ്റ്റ് അഡ്ജസ്റ്റബിൾ അല്ല, ഇതിങ്ങനെ കറക്റ്റ് ഇവിടെ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നമുക്ക് കൈയൊക്കെ വെച്ച് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. തൊട്ട് മേളിലോട്ട് നോക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാസഞ്ചർ സൈഡ് എയർ ബാഗ് ഓൺ ആണോ ഓഫ് ആണോ എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു USB-A ടൈപ്പ് ആണ് വരുന്നത്. ഇപ്പം നമ്മുടെ MGയുടെ തന്നെ കോമറ്റ് കണ്ടിട്ടുണ്ട്. USB ടൈപ്പ് C ആണ് അതിൽ ഔട്ട്പുട്ട് വരുന്നത്. എന്തിനാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും ഒരു ഡാഷ് ക്യാമോ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫീച്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓട്ടോ ഡിമ്മിങ് ഫീച്ചർ വരുന്ന ഒരു റിയർ വ്യൂ മിറർ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതും ഒരു ഗുമ്മൻ ഫീച്ചർ തന്നെയാണ്. നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്തിടാൻ സാധിക്കും, ഓൺ ചെയ്യണമെങ്കിൽ ഓൺ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിലെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഗ്ലാസ് ഉണ്ട്. അത് ഏതായാലും എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ലൈറ്റ് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. അല്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ മറ്റതും കൂടെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ള രീതി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ലൈറ്റ്സ് നമുക്ക് ഓൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലൈറ്റ്സ് ഓൺ ചെയ്യണമെങ്കിൽ അങ്ങനെ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും. ലൈറ്റ്സ് ഫുള്ളായിട്ട് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം.
ഈ ഒരു സൈഡിൽ മാത്രം റീഡിംഗ് ലാമ്പായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന മെയിൻ കാര്യമാണ് നമ്മുടെ പനോരമിക് സൺറൂഫ്. യെസ്, അത് ഒരു രക്ഷയില്ലാത്ത അങ്ങറ്റം വരെ ചെല്ലുന്ന ഒരു പാനോരമിക് സൺറൂഫാണ് നമുക്ക് കിട്ടുന്നത്. ഏതായാലും നല്ലൊരു കാര്യമാണ്. ഞാൻ ഈ ഗ്ലാസും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്യാം. രണ്ടിനും രണ്ട് സ്വിച്ച് ഒരു വലിയൊരു പോസിറ്റീവ് സൈഡ് തന്നെ കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. യെസ്, അങ്ങറ്റം വരെ ഇത് കണ്ടോ, നല്ലൊരു വൈഡ് ഏരിയ, ശരിക്കും നല്ലൊരു വൈഡ് ഓപ്പൺ ഏരിയ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. സംഗതി ഓവറോൾ ഒരു രക്ഷയില്ലെന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ ഒരു വാഹനം എവിടെയെങ്കിലൊക്കെ നമ്മൾ ഡ്രൈവ് പോവുകയാണെങ്കിലും സൺറൂഫ് എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യം ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു രീതിക്കും ഇത് ഓപ്പൺ ചെയ്തിട്ട് ഡ്രൈവ് ചെയ്താലും കുഴപ്പമില്ല, ആരും നിന്നുകൊണ്ട് ഡ്രൈവ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അത് ഏറ്റവും നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. റൂഫ് ക്ലോസ് ചെയ്യാതെ തന്നെ എനിക്ക് ഈ കവർ മാത്രമായിട്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ തന്നെ ഈ ഒരു സ്വിച്ച് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ രണ്ടും ഒറ്റ ടൈപ്പേ ക്ലോസ് ആകത്തുള്ളൂ അല്ലേ? ശരിയാണ്. അപ്പം അപ് ടു ദ പോയിന്റ്. ഏതായാലും സംഗതി കൊള്ളാം. ക്ലോത്ത് മെറ്റീരിയൽ തന്നെയാണ് ഇവിടെ വരുന്നത്. മിക്ക വീഡിയോസിലും ഞാൻ എടുത്ത് പറയുന്നൊരു കാര്യമാണ്, അവിടെ ക്ലോത്തേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, ഹാർഡ് മെറ്റീരിയൽ കൊടുക്കാൻ പറ്റാത്ത. ഇത് റോൾ ചെയ്താണ് ബാക്കിലോട്ട് പോകുന്നത്, കാരണം ഇത്ര ലെങ്ത് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിക്ക് ഒരു ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ ലൈറ്റ് കടന്നു വരുന്നതായിരിക്കും. ഡ്രൈവർ സൈഡ് നമുക്ക് ഫുൾ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ടൈപ്പ് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ സീറ്റ്സുകൾ കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ കോ ഡ്രൈവർ സൈഡിലോട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതായാലും ഇവിടെ പിടിക്കാനാണോ എന്തിനാണോ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്ന ഒരു നല്ല ഫീലായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. സംഗതി അടിപൊളിയാണ്. ഇതെല്ലാം ഒരു ലെതർ സ്റ്റിച്ച്ഡ് ആയിട്ട് തന്നെ, ലെതർ യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇവിടെയൊക്കെ ഒരു വുഡ് ഫിനിഷ് കിട്ടത്തക്ക രീതിയിൽ നമ്മുടെ ഫൈബർ ടൈപ്പ് മെറ്റീരിയൽ വെച്ചാണ്. സംഗതി ഏതായാലും കൊള്ളാം, കിടുവാണ്. ഈ ഒരു പോർഷനാണെങ്കിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്കൊന്ന് പെട്ടെന്ന് കൈ പിടിച്ച് ചെളിയാനുള്ള ചാൻസസ് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം, ഗ്ലോ ബോക്സ് കാലിലോട്ട് കൊണ്ടു ഗ്ലോ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ കുറച്ചൊന്ന് ഇറക്കിയിട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇപ്പം ഞാനിവിടെ നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുന്നത് ചോദിച്ചാൽ ബാക്കിലോട്ട് ഇരിക്കുമ്പോൾ എങ്ങനെയുണ്ട് സ്പേസ് എന്നും കൂടെ നമുക്കൊന്ന് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഡോർ ഞാൻ നേരത്തെ അവിടെ കാണിച്ച പോലെ ഇവിടെ എല്ലാം നമുക്ക് ലെതർ ഒരു മെറ്റീരിയൽ വരുന്നുണ്ട്. ഈ താഴത്തെ പോർഷനിൽ ലെതർ മെറ്റീരിയൽ വരുന്നുണ്ട്. ഈ ഒരു പോർഷൻസൊക്കെ ഒരു ലെതർ ഇൻസേർട്ട്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു കാർബൺ ഫൈബർ പോലത്തെ ഒരു മെറ്റീരിയൽ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാർബൺ ഫൈബർ അല്ല. അതുപോലെ ഒരു സ്റ്റിച്ചിങ് ഒക്കെ വരുന്ന കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായി ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് കൊടുക്കുന്ന പൈസയ്ക്കുള്ളൊരു മുതൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഗ്ലാസ് കാണാൻ സാധിക്കും, മുഖമൊക്കെ നോക്കാം. പക്ഷേ ഇവിടെ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ലൈറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാത്തത് ഒരു അരോചകമായിട്ട് വേണമെങ്കിൽ പറയാൻ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ഈ ഒരു ഗ്ലോ ബോക്സ് തുറക്കുന്ന സമയത്ത് പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. അതായത് കീ യൂസ് ചെയ്ത് ഇത് നമുക്ക് ഓഫ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പം ഞാൻ ഏതായാലും ബാക്കിലോട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ ഈ ബാക്കിലോട്ട് കയറുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് ചില്ലറയല്ല. കുറച്ചൊരു ഹൈറ്റിലാണ് നിൽക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിലിരിക്കുന്ന വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ഫ്രണ്ടിൽ ഇരിക്കുന്നതാണ്. ബാക്കിൽ എനിക്കൊരു തൈ സപ്പോർട്ട് കുറവായിട്ട് തന്നെ തോന്നുന്നുണ്ട്. കാരണം ഫ്രണ്ടിലത്തെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, നല്ല തൈ സപ്പോർട്ട് നമുക്ക് ഫ്രണ്ടിൽ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എനിക്കൊന്ന് ബാറ്ററി പാക്ക് ഏകദേശം ഈ ഒരു സീറ്റിൻ്റെ, അതായത് ഈ ഒരു സീറ്റിൻ്റെയൊക്കെ ഒരു പകുതി പോർഷൻ വരെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലോട്ട് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പോർഷൻ വരുന്ന സമയത്ത് നമുക്കത് കാലിപ്പോൾ നേരെ വെച്ചിരിക്കുകയാണെങ്കിൽ എനിക്കൊരു തൈ സപ്പോർട്ട് ഒട്ടും തന്നെ ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. ഇനി കാല് നീട്ടി വെക്കാനാണെങ്കിൽ ഇവിടെ ചെന്ന് തട്ടുന്നുണ്ട്. കാരണം ഇത് ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് ബാക്കിലോട്ട് ഇറക്കി ഇട്ടിരിക്കുന്ന ഒരു സീറ്റാണ് ഈ ഒരു സീറ്റ്. അത് നിങ്ങൾ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്. ഏതായാലും ഓവറോൾ ഒരു ജസ്റ്റ് ഓക്കെ എന്നേ ഞാൻ പറയത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു ആംറസ്റ്റ് കാണാൻ സാധിക്കും, നല്ലൊരു കാര്യമാണ്. ഈ ഒരു സൈഡിലും ആംറസ്റ്റ് അടിപൊളിയാണ്. 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, കിടുവാണ്. അത്യാവശ്യം സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഈ ഒരു 3 ലെഗ് പോലെ കൊടുത്തിട്ടുണ്ട്, അത് നല്ല കാര്യമാണ്. അതുപോലെ 3 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ടൈപ്പ് തന്നെയാണ്, നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. 1, 2, 3. അപ്പോൾ 3 വരെ ഇവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ നടുക്കിരിക്കുന്ന ആളുടെ കാര്യം കട്ടിയാണ്. അതായത് ബാക്ക് ഇച്ചിരി പ്രശ്നമാണ്. നമ്മളെല്ലാം വീഡിയോസിലും പറയുന്നൊരു കാര്യമാണ്, ഈ ഒരു പോർഷൻ വരുമ്പോഴത്തേക്കും കുറച്ച് ഹാർഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത് ആസ് ഇറ്റ് ഈസ്, അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല അവിടെ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബാക്കിൽ എ ടൈപ്പും കിട്ടുന്നുണ്ട്, സി ടൈപ്പും കിട്ടുന്നുണ്ട്. നല്ലൊരു കാര്യം, ഫ്രണ്ടിൽ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഫാൻ സ്പീഡ് കൺട്രോളോ കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. ഒരു ജസ്റ്റ് ഒരു AC കൺട്രോൾസ് സ്പീഡ് നമുക്ക് വേണ്ടതുണ്ട്, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് ക്ലോസ് ചെയ്ത് വെക്കാനും സാധിക്കും. ഇങ്ങനെ വെച്ചാൽ നമുക്കിത് ക്ലോസ് ചെയ്യാം. ബാക്കി വേറെ ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അത് വേണമെങ്കിൽ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാൻ സാധിക്കും. കാരണം ഫ്രണ്ടിൽ മാത്രം നമുക്ക് ലൈറ്റ് കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ബാക്കിലോ സൈഡിൽസോ ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഗ്രാബ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 6 എയർ ബാഗ് ആണ്.
സേഫ്റ്റി ഫീച്ചറിൽ വരുന്നത്. അപ്പം സേഫ്റ്റി ഫീച്ചറിൻ്റെ കാര്യത്തിൽ ഒന്നും തന്നെ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് അഡാസ് ലെവൽ 2 നമുക്ക് കിട്ടുമ്പോഴത്തേക്കും പിന്നെ കൂടുതലൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഓവറോൾ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറയും. ഇനി ഇതിൻ്റെ എഞ്ചിൻ സൈഡ് ഒന്ന് നോക്കണ്ടേ. എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിനല്ല വരുന്നത്, മോട്ടറാണ് വരുന്നത്. അപ്പോൾ ഈ മോട്ടറിൻ്റെ പവർ നോക്കാനാണ് ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് എത്രയാണ്? 178 PS പവറും 280 Nm ടോർക്കുമാണ് ഈ ഒരു മോട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ചില്ലറ കാര്യമൊന്നുമല്ല. ഇതിന് വരുന്നൊരു ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞാൽ 50.3 kWh ബാറ്ററി പാക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനി ക്ലെയിം ചെയ്യുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ 461. ഈ 461 കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന സ്റ്റാൻഡേർഡ്സ്, അതായത് കമ്പനി പറയുന്ന ഒരു സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ കിട്ടും. ഇനി ആ രീതിക്കല്ല നമ്മൾ കൂടുതൽ സ്പോർട്സ് മോഡിൽ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ ബാറ്ററി കൺസ്യൂം ചെയ്യും. എങ്ങനെയാണെങ്കിലും നമുക്കൊരു 380 390 ആ റേഞ്ചിനകത്തൊക്കെ നമുക്ക് നിന്ന് പോകേണ്ടി വരും. അതൊരു നെഗറ്റീവ് സൈഡ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഡ്രൈവ് ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു 460 നോക്കണ്ട, ഒരു 400 നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കവർ ചെയ്യാൻ സാധിക്കും. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഡെയിലി കമ്മ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ തന്നെ ഡെയിലി ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 200 കിലോമീറ്റേഴ്സൊക്കെ ഡ്രൈവ് ഉള്ളവർക്ക് ധൈര്യമായിട്ട് എടുക്കാൻ സാധിക്കുന്ന ഒരു വാഹനം തന്നെയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു റേഞ്ച് കിട്ടുമ്പോഴത്തേക്കും ഒരു 2 ദിവസം കൂടുമ്പോഴേക്കും നിങ്ങൾക്ക് ചാർജ് ചെയ്താൽ മതി. ഇനി അതല്ല, നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലൊക്കെ ഡ്രൈവ് പോവുകയാണെങ്കിൽ ഒരു 460 കിലോമീറ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചെറിയ കാര്യമല്ല. ഇപ്പം നമ്മൾ ഹൈവേസിലൊക്കെ പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ ഈ പറയുന്ന ഒരു അഡാസ് മോഡിൽ തന്നെ ഇട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തോ നോർമൽ മോഡിൽ ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞൊരു റേഞ്ച് തന്നെ കിട്ടും എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഏതായാലും ഇതിൻ്റെ ഹുഡും കൂടെ തുറന്ന് കണ്ടാലോ. വളരെ സോഫ്റ്റ് ടച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇത് ഓപ്പണിങ്. യെസ്, അപ്പോൾ അതെ ഇതാണ് ഐറ്റം. അപ്പോൾ സാധാരണ നമ്മൾ EV വെഹിക്കിൾസിൻ്റെയൊക്കെ ഒരു ഹുഡ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്രങ്ക് കാണുന്നതാണ്, എന്തെങ്കിലും ഒരു സ്റ്റോറേജ് സ്പേസ് കാണുന്നതാണ്. പക്ഷേ ഇവിടെ അത് നമുക്ക് കാണാൻ സാധിക്കാതെ ഇത് പക്ക നമ്മുടെ ആസ്ട്ര തന്നെയാണ്. അതായത് ആസ്ട്ര എന്ന് പറഞ്ഞൊരു വാഹനത്തിന് ഒരു IC എഞ്ചിൻ യൂസ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നു. ഇതിൽ ഡയറക്റ്റ് ഒരു ബാറ്ററിയും മോട്ടറും എല്ലാം കൊടുത്ത് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. നമുക്കിവിടെ കാണാൻ സാധിക്കും ഇഷ്ടംപോലെ ഏരിയ ആണ്. നമ്മുടെ AC യുടെ പൈപ്പ്സ് ഒക്കെയാണ് കൂടുതലും ഈ പോയിരിക്കുന്നത്. ഇതെല്ലാം AC യുടെ പൈപ്പാണ് ഈ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ AC കംപ്രസർ നിങ്ങൾക്ക് ഇത് ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് AC കംപ്രസർ വരുന്നത്. അതായത് ഇലക്ട്രിക് കറണ്ട് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു AC കംപ്രസറാണ്. അതുപോലെ തന്നെ ഇതൊരു സെക്കൻഡറി ബാറ്ററിയാണ്, ഒരു DC 12 വോൾട്ട് ബാറ്ററിയാണ് നമുക്കിതിൽ യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം പ്രൈമറി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇലക്ട്രിക്കൽ ഡിവൈസസിനും കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു ബാറ്ററിയിൽ നിന്നാണ് അതിൻ്റെ ചാർജ് എടുക്കുന്നത്. അതിൻ്റെ ECM നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ഹൈലോ കൺവേർട്ടേഴ്സൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ മോട്ടറിലോട്ട് പോകുന്ന യൂണിറ്റ് അല്ലെങ്കിൽ കറണ്ട് സപ്ലൈ ചെയ്യാനുള്ള യൂണിറ്റും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വന്നാലും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വളരെ എളുപ്പമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വാറണ്ടിയുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ 8 years അല്ലെങ്കിൽ 1,60,000 ആണ് ഇതിൻ്റെ ബാറ്ററിയുടെ വാറണ്ടി പറയുന്നത്. അപ്പോൾ എനിക്ക് സംശയം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം MGയുടെ തന്നെ കോമറ്റ് വാഹനമുണ്ട്, അതുപോലെ തന്നെ വിൻസർ EV ഉണ്ട്. ഈ 2 വാഹനത്തിനും ലൈഫ് ടൈമാണ് ബാറ്ററി പറയുന്നത്. അപ്പോൾ ഇതിനെന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ സംശയം തന്നെയായിട്ട് എനിക്ക് തോന്നുന്നു. അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ബാക്കി 2 വാഹനങ്ങൾ ഇവർ കൊടുക്കുന്നത് ലൈഫ് ടൈം വാറണ്ടിയാണ്. അതായത് 15 years അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ് പറയുന്നത്. അതൊക്കെ കിടുവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏതായാലും ഓവറോൾ ഓക്കെയാണ്. ഇനി നമുക്ക് ഈ വാഹനം ഒന്ന് ഡ്രൈവും കൂടെ ചെയ്ത് ഡ്രൈവ് വിശേഷം കൂടെ ഒന്ന് പെട്ടെന്ന് നോക്കിയാലോ. നമുക്കൊരു ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഈ ഒരു വാഹനത്തിനെ കുറിച്ച് കൂടുതൽ ഫീച്ചേഴ്സ് ഞാൻ എങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷേ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു ഫീൽ അതൊന്ന് വേറെ തന്നെയാണ്. ഏതായാലും ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുന്ന കണ്ടീഷൻ നിങ്ങൾ നോക്കണം. 19%, വെറും 19% ആണ്. അത് 61 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്യാന്ന് കാണിക്കുന്നുണ്ട്. എന്നിട്ടും ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്. അത് MGയുടെ ഒരു പോസിറ്റീവ് സൈഡ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പം ഈ പറഞ്ഞതുപോലെ ഈ കൊടുത്തിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ക്രൂയിസ് കൺട്രോൾ, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ വരുന്നത്. ഈ ക്രൂയിസ് കൺട്രോൾ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നേരെ മേളിലോട്ട് പൊക്കുക. അപ്പം നമുക്കിവിടെ വേണ്ട ഗ്രീൻ ലൈറ്റ്സ് കാണാൻ സാധിക്കും. അതിൻ്റെ ഏത് സ്റ്റേജ് വേണമെന്നുള്ള ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുണ്ട്. അപ്പോൾ അത് ഞാൻ മാറ്റുന്നതിനനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇപ്പോൾ 20 കിലോമീറ്റർ സ്പീഡ്, 25, 30 ഇങ്ങനെ നമുക്ക് സ്പീഡ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്പീഡ് ഇതിനകത്ത് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിലൊരു വാഹനം കൂടെ വന്നാലേ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. അതിനു മുമ്പ് നമുക്ക് ഒരു കയറ്റം ഒന്ന് കയറി നോക്കാം. ഓട്ടോ ഹോൾഡ് ഫീച്ചറും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ആദ്യം നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ സ്ഥിരം റൂട്ട് തന്നെയാണ്, നിങ്ങൾക്കത് കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പം ഞാൻ ദേ കയറുകയാണ്. ഞാനൊന്ന് ബ്രേക്ക് ചെയ്തു. വാഹനം അതുപോലെ തന്നെ സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും കാല് വെച്ചിട്ടില്ല. ഇതാണ് ഓട്ടോ ഹോൾഡ് ഫീച്ചർ ഉള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. അതിപ്പോൾ ആക്ടിവേറ്റഡ് ആണ്, അതുകൊണ്ടാണ് ലൈറ്റ് കാണിക്കുന്നത്. ഞാനിപ്പോൾ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് പാർക്ക് ബ്രേക്കിലോട്ട് പോയി കേട്ടോ. ഇനി ഞാനിപ്പോൾ ആക്സിലറേറ്റ് ചെയ്യുന്നു.
അന്നേരം പാർക്ക് ബ്രേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡീആക്ടിവേറ്റ് ആയി. ഇപ്പോൾ നേരെ ബാക്കിലോട്ട് പോകണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഓട്ടോ ഹോൾഡ് ഫീച്ചർ ഉണ്ടെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വാഹനം ഏതൊരു കുത്തനെയുള്ള കയറ്റത്തിലും നിൽക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ക്യാമറയുടെ ഫീച്ചർ നമുക്ക് ആവശ്യം വരുന്ന ഇതുപോലെ ഒരു കുത്തനെയുള്ളൊരു കയറ്റം വരുന്ന സമയത്ത് ഫ്രണ്ടിൽ നമുക്ക് ഈ പറയുന്നുള്ളൊരു വ്യൂ കൂടെ കിട്ടുന്നുള്ളതുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതൊരു പോസിറ്റീവ് സൈഡാണ്. അതുകൊണ്ട് 360 ഒക്കെ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. 4363 mm ലെങ്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വീതി ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ചെറിയ വഴി കൂടെ അത്യാവശ്യം നല്ല സുഖമായിട്ട് തന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വാഹനം തന്നെയാണ്. അതുപോലെ ഹോണിൻ്റെ കാര്യം പറയാനാണെങ്കിലും കിടു ഹോണാണ്. റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് നമുക്ക് റൈറ്റ് സൈഡ് കുറച്ചുകൂടെ ഇതിനകത്ത് വിസിബിളായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഏതായാലും സ്പോർട്സ് മോഡിലോട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പം ഏകദേശം ഒരു 0 ആക്കി. ഇനി ഞാൻ ജസ്റ്റ് കാല് കൊടുക്കുകയാണ്. ഒരു രക്ഷയില്ല, വലിച്ചോണ്ടാകും പോകുന്നത്. അടിച്ച് ഏതായാലും ഒരു രക്ഷയില്ലാത്ത സാധനം തന്നെയാണ് ഈ ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ദോഷം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നോർമൽ മോഡൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല, ബാറ്ററി ഇറങ്ങുന്നത് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെയുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല റേഞ്ച്, കമ്പനി പറയുന്ന ഒരു റേഞ്ച് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇവിടെ വേറൊരു നെഗറ്റീവ് സൈഡും കൂടെ പറഞ്ഞുതരാം. ഇതിന് ഇത്രയും പവർ വരുന്നുള്ളതുകൊണ്ട് മര്യാദയ്ക്ക് ഓടിച്ചില്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. പെട്ടെന്ന് ഓവർടേക്കിംഗ് ഒക്കെ ആണെങ്കിൽ ഇപ്പം ഞാൻ ഈ കാണിച്ചതുപോലെ നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ട് തന്നെ ഓവർടേക്ക് ചെയ്യാൻ സാധിക്കും. അതൊരു ചെറിയൊരു കാര്യമല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ IC എഞ്ചിൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ വാഹനം ഒന്ന് അതിൻ്റെ പവർ കിട്ടി വരുന്നതിൻ്റെ ഒരു താമസം, ആ ഒരു താമസം ഒരിക്കലും നമുക്കൊരു ഇലക്ട്രിക് വാഹനത്തിൽ വരത്തില്ല. കാരണം ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് മോട്ടറിൽ നിന്ന് ഡയറക്റ്റ് ടയറിലോട്ട് അവിടെ ലോസ് ഒന്നും ഉണ്ടാകുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് ഒരു EV വാഹനത്തിൽ എടുത്ത് പറയാൻ സാധിക്കുന്നത്. EV വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് സൈഡ് നമ്മൾ പറയുന്നത് റേഞ്ച് ആങ്സൈറ്റിയാണ്. പക്ഷേ ഇവിടെ റേഞ്ച് ആങ്സൈറ്റിയുടെ ഒരു പ്രശ്നം നമുക്ക് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം പ്രത്യേകിച്ച് 461 കിലോമീറ്റർ പറഞ്ഞാൽ പോലും 400 നമുക്ക് ധൈര്യമായിട്ട് കിട്ടുന്നൊരു കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു വാഹനം സെലക്ട് ചെയ്യുന്നതുകൊണ്ടും പ്രശ്നമില്ലെന്ന് തന്നെ ഞാൻ പറയും. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ ഇപ്പോൾ നല്ല ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു മോഡൽ എടുക്കാനാണെന്നുണ്ടെങ്കിൽ തന്നെ ഇതിപ്പോൾ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. ഈ ടോപ്പ് വേരിയൻ്റിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 23.5, അതായത് 23.5 lakhs നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും ബേസ് മോഡൽ വരുന്ന സമയത്ത് 18.5 ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് MGയിൽ ഡയറക്റ്റ് വിളിച്ച് കോൺടാക്ട് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ടെസ്റ്റ് ഡ്രൈവ്. നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം മാത്രം, ഞാനത് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഇപ്പം ഞാനിത് ഓക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ധൈര്യമായിട്ട് പോയി എടുക്കരുത്. നിങ്ങൾക്ക് ഇത് സൂട്ടബിൾ ആണോ, നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ എന്നുള്ളത് ഡ്രൈവ് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവത്തില്ല. പലപ്പോഴും നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ആ വാഹനത്തോടുള്ള ഇഷ്ടം കൂടുന്നത്. ഇപ്പം ശരിക്കും എനിക്ക് ഈ ഒരു വാഹനം ഓടിച്ച് പോയിട്ട് രക്ഷയില്ലെന്ന് തന്നെ തോന്നി. കാരണം അതുപോലെ അതിൻ്റെ കംഫോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ഒരു EV വാഹനം ഓടിക്കുന്ന സമയത്ത് ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടയർഡ്നെസ് തോന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം IC എഞ്ചിനിലൊക്കെ ഒരു കുഴപ്പമെന്ന് പറയുമ്പോഴത്തേക്ക് അത് വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ, എത്ര വൈബ്രേഷൻ ഡാമ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞാലും ഏത് എഞ്ചിൻ മൗണ്ടിങ്സ് യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും ചെറിയൊരു വൈബ്രേഷൻസ് നമ്മുടെ വാഹനത്തിനകത്തോട്ട് കയറി വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു EV വാഹനത്തിൽ നമുക്ക് അങ്ങനെ ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. NVH ലെവലൊക്കെ വളരെ കുറവാണ്. നോയ്സ് വൈബ്രേഷൻ, ഹാർഷ്നെസ് ഒന്നും നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗേ നമുക്ക് തോന്നത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കംഫോർട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെട്ടത്. ബമ്പർ ടു ബമ്പർ ട്രാഫിക് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാനൊരു 25 സ്പീഡാണ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അതെനിക്ക് താഴത്തെ നോബ് മേളിലോട്ടാക്കി കഴിഞ്ഞാൽ സ്പീഡ് കൂട്ടാൻ സാധിക്കും. ഇപ്പോൾ 35 ആണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വാഹനം ഓട്ടോ ബ്രേക്ക് ചെയ്തോളൂ. കണ്ടോ, ഞാൻ ബ്രേക്കൊന്നും അപ്ലൈ ചെയ്യുന്നില്ല, ഈ വാഹനം തന്നെ ബ്രേക്ക് ചെയ്തു. ഇപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഈ വാഹനം ബ്രേക്ക് ചെയ്ത് അവിടെ നിർത്തിയേക്കാണ്. ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഒരു പെഡലും അപ്ലൈ ചെയ്യുന്നില്ല, ബ്രേക്കില്ല, ആക്സിലറേറ്ററും ഇല്ല, ഞാൻ ജസ്റ്റ് പെഡൽ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പം നമുക്ക് നോക്കാം ഈ വാഹനം എടുക്കുന്ന സമയത്ത്. ഇപ്പോൾ ഫ്രണ്ടിലുള്ള വാഹനം സിഗ്നലിൽ നിൽക്കുന്നുള്ളതുകൊണ്ടാണ് ഇപ്പം സ്പീഡ് ഞാൻ 35ലാണ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഞാൻ ഒരു രീതിക്കുള്ള പെഡലോ കൊടുക്കുന്നില്ല, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, നോക്കാം. നമുക്കിനി ഈ ഫ്രണ്ടിലുള്ള വാഹനം എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ വാഹനം മുമ്പോട്ട് പോകുമോ ഇല്ലയോ, നമ്മൾ ആക്സിലറേറ്റ് ചെയ്യണോ എന്നൊക്കെയുള്ളൊരു കാര്യത്തിലൊരു സംശയം നമുക്കിപ്പോൾ ഒന്ന് തീരുമാനമാക്കാം. ഇപ്പം നോക്കിക്കോണം, സിഗ്നൽ ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലത്തെ വാഹനം മാറുമ്പോൾ ഈ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് കയറുമോ ഇല്ലയോ, എനിക്കും ഡൗട്ടാണ്. ഇല്ല, ആക്സിലറേറ്റർ കൊടുക്കണം. പക്ഷേ അവിടെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ തന്നു, ഫ്രണ്ടിലുള്ള വാഹനം എടുത്തോ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ആ വാഹനത്തിൻ്റെ പുറകെ പിടിക്കുകയാണ്. ഇനി ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യുമെന്നും കൂടെ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ സ്പീഡ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് 35 ആണ്. ഇത് കുറച്ചുകൂടെ ഒന്ന് കൂട്ടുക, 40 ആക്കിയിട്ടുണ്ട്.
ഇപ്പോൾ കറക്റ്റ് 45 ആ ഒരു റേഞ്ച് തന്നെ പിടിച്ച് നിങ്ങൾക്കിപ്പോൾ കാണാം. ഞാൻ ആക്സിലറേറ്റർ ഒന്നും കൊടുത്തിട്ടില്ല, ഒന്നും കൊടുക്കുന്നില്ല, ഓട്ടോമാറ്റിക്കായിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ ട്രാഫിക്സിൽ എവിടെയെങ്കിലും നിന്ന് പോയി കഴിഞ്ഞാൽ, അതായത് സ്റ്റോപ്പ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് പിന്നെ ആക്സിലറേറ്റ് ചെയ്യേണ്ട ഒരു വാഹനം മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതും സേഫ്റ്റി ഫീച്ചറിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തിൻ്റെ ഏകദേശം ഒരു റേഞ്ച് കീപ്പ് ചെയ്താണ് പോകുന്നത്. പക്ഷേ ഇങ്ങനെ പോകുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സൈഡിൽ കൂടെ ഒരു വാഹനം ഓവർടേക്ക് ചെയ്ത് കയറി വരുമോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ സഡനായിട്ടുള്ള ബ്രേക്കിങ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ബാക്കിൽ വരുന്നൊരു വാഹനം അത് ഇപ്പം ഈ പറഞ്ഞൊരു കാര്യത്തിനനുസരിച്ച് അലേർട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൊളീഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് തന്നെ ഞാൻ പറയും. അതുകൊണ്ട് തന്നെ അഡാസ് ലെവൽ 2 ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഭയങ്കര ഗുണമാണ്. അതുപോലെ തന്നെ ഇവരൊക്കെ നമുക്ക് ഭയങ്കര ദോഷം ചെയ്യുന്ന ആൾക്കാരും കൂടെയാണ്. കാരണം നമ്മൾ ശ്രദ്ധിച്ചോണം. അഡാസ് ലെവൽ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ആ വാഹനം തന്നെ ഓടിച്ചോ, ഞാനിവിടെ ഫ്രീ ആയിട്ട് ഇരുന്നോളാം എന്ന് ഒരിടത്തും പറയുന്നില്ല. നമുക്കൊരു ഹെൽപ്പിന് അല്ലെങ്കിൽ നമുക്ക് ഈ കുറേ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്ത് തരുന്നു എന്നുള്ളതല്ലാതെ, നമുക്ക് കുറച്ച് വർക്ക് ഈസി ആക്കി തരുന്നു എന്നുള്ളതല്ലാതെ വേറെ കൂടുതലൊന്നും ഇത് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതിനെ ഫ്രീ ആയിട്ട് എല്ലാം കൊടുത്തിട്ട് നമ്മൾ പണിയെടുക്കാൻ വേണ്ടി അല്ല, നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കരുത്. നമ്മളും കൂടെ അതിന് നമുക്ക് ജസ്റ്റ് ഒരു അസിസ്റ്റ് തരുന്നു എന്ന് മാത്രം നമ്മളത് വിചാരിക്കാവുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു വാഹനം എനിക്ക് ഡ്രൈവ് ചെയ്തിട്ടും മതിയാകുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഞാനിതൊരു ഫുൾ ഡ്രൈവായിട്ട് തന്നെ ഒന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫുൾ ഡ്രൈവായിട്ട് ഈ വാഹനമായിട്ടൊന്ന് പോകാം, എവിടെയെങ്കിലും ലോങ് പോകാം. അന്നേരം നമുക്കിതിൻ്റെ റീജനറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഏതായാലും ആ ഒരു കാര്യം കൂടെ ഉടനെ തന്നെ നോക്കാം.